നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ചിലപ്പം മൂവി ആക്ടേഴ്സിനൊക്കെ കാണുമ്പം ഒരു ഇൻഫാക്ച്വേഷൻ തോന്നും. എനിക്കറിയാം നിനക്ക് ഒരു ക്രിക്കറ്ററിനെ ഇൻഫാക്ച്വേഷൻ ഉണ്ടായിരുന്നെന്ന് അറിയാം. അതുപോലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ക്രഷ് ഒക്കെ തോന്നും അല്ലേ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ലവ് ഉണ്ടാവാം അല്ലേ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കല്യാണം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് റൊമാൻസ്. ഇതിന്റെ ഓരോ സ്ഥലത്തും വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം റൊമാൻസിനെ. പക്ഷെ ആക്ച്വലി ഈ റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഒരു ആൻസർ ഞാൻ ഒരു സ്റ്റോറി പറയാം. ഈ സ്റ്റോറി നീ കേക്ക്. ഇതിൽ നിനക്ക് റൊമാൻസിന്റെ എസൻസ് കിട്ടുന്നുണ്ടോ നോക്കൂട്ടോ. ഇപ്പൊ പറയാന്ന് ഒരു 40s ഒരു ലേഡി, ഏകദേശം അതേ ഏജ് ഗ്രൂപ്പുള്ള ഒരു ഹസ്ബൻഡ്. അവര് കുറച്ചായി കല്യാണം കഴിഞ്ഞ് നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഇടയിലിടയില് ആദ്യം ഭയങ്കര ഭയങ്കര എക്സൈറ്റിങ് അത് ഇത്, പിന്നെ കുട്ടികളായി ഓരോ റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ 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 അവർ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സ്റ്റേജിൽ ഈ 40s എത്തിയപ്പം ആ സ്ത്രീക്ക് ആകെ ഒരു മടുപ്പും ഒന്നും ഇല്ല, എന്തപ്പോ ലൈഫ് എന്ന് ഒരു ജാതി ഒരു ഫീലിംഗ് ഒക്കെ ആയി. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഇവരെന്ത് ചെയ്യും വെച്ചാല് കുറച്ചൊരു സമാധാനം സ്വസ്ഥതയും കിട്ടട്ടെ പറഞ്ഞിട്ട് അവരെ പാരന്റ്സിന്റെ വീട്ടിലേക്ക് ഈ സ്ത്രീ ഡ്രൈവ് ചെയ്ത് പോയി. ഡ്രൈവ് ചെയ്ത് വീട്ടിൽ നിന്ന് ഉമ്മർത്ത് ഗേറ്റിന് പാസ് ചെയ്ത് കാറ് പാർക്ക് ചെയ്ത് നോക്കുമ്പോണ്ട് അച്ഛൻ പറമ്പിൽ എന്തോ ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്നൊക്കെ ഓരോ ഒച്ചക്കുണ്ടാക്കി ഇങ്ങനെ നടക്കണം. ഓൾറെഡി വിഷമത്തിലാണ് എത്തിച്ചേരുന്നത്. നോക്കിയപ്പോ അമ്മ ഒരു കപ്പ് ചായയും പിടിച്ച് തുണി മടക്കണം. ഇതൊക്കെ കാണുമ്പോൾ അവൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, ഇതല്ലേ ലൈഫ്, ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുക, ആർക്കോ വേണ്ടി ജീവിക്കുക, ഒരാൾ അവിടെ ഇവിടെ, ഇതൊക്കെ എന്താണ് എന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ അവള് അമ്മേനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അമ്മേ, നിങ്ങൾക്ക് തമ്മിൽ റൊമാൻസോ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ, അതോ നിങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ആർക്കോ വേണ്ടി ഇങ്ങനെ ജീവിക്കുകയാണോ എന്ന്. അമ്മ ആ തുണി മടക്കുന്ന നേരത്ത് ഇങ്ങനെ കണ്ണു പൊക്കി ഒന്ന് നോക്കും മോളെ. വീണ്ടും അവര് തുണി മടക്കാൻ തുടങ്ങി. ഉത്തരം കിട്ടി, ഇത് തന്നെ ലൈഫ്. കുറച്ച് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ വണ്ടി ഓട്ടിച്ച് തിരിച്ച് വീട്ടിൽ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോണ്ട് ഒരു മെസ്സേജ്. നോക്കിയപ്പം സർപ്രൈസിംഗ്ലി അമ്മേന്റെ മെസ്സേജ്. അമ്മ ഒരു ഫോൺ കോളേ ചെയ്യാറുള്ളൂ, അധികം ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജസ് അയക്കാത്ത അമ്മയാണ്. അപ്പൊ മറ്റേ ക്യൂരിയോസിറ്റി കൊണ്ട് വേഗം ഫോൺ എടുത്തു, നോക്കട്ടെ അമ്മ എന്താ അയച്ചതെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു, സമയമുണ്ടെങ്കിൽ മോളെ ഇത് നീ വായിക്ക്, നീ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഇത് എന്ന്. എന്നിട്ട് പറഞ്ഞു, തുണി മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ തരേണ്ട ഒരു ഉത്തരമായി എനിക്ക് തോന്നിയില്ല, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും റൊമാൻസ് ഉണ്ടോ എന്നുള്ള ആ ചോദ്യം. എന്നിട്ട് അമ്മ ഒരു ലോങ് മെസ്സേജ്, അതിങ്ങനെയാണ് കേട്ടോ. അതായത് അവരെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു, അവർക്കും കുട്ടികളായി, പല ഫേസ് കൂടി പോയി, എക്സൈറ്റ്മെന്റ് കുറഞ്ഞു, പക്ഷെ എല്ലാ സ്റ്റേജിലും അവര് ഒരുമിച്ചായിരുന്നു. ഓരോ ദിവസവും അന്നത്തെ ആ ടെൻഷൻ പ്രഷറൊക്കെ കഴിഞ്ഞിട്ട് അവര് വീട്ടിലേക്കോ അല്ലെങ്കിൽ അവരുടെ മുറികളിലേക്കോ വരുമ്പം ഒരാൾക്ക് താങ്ങായിട്ട് മറ്റേയാള്, ചിലപ്പോൾ വാക്കില് ചിലപ്പോൾ വാക്കല്ലാതെ ആക്ഷൻ പല രീതിയിലുണ്ടായിരുന്നു. ഇപ്പൊ ഏജ് പോകെ പോകെ വൈകുന്നേരം റൂമിലേക്ക് വരുമ്പോൾ ഇവർക്ക് പറയാനുള്ളത് കൈവേദനനെ പറ്റിയും കാലുവേദനനെ പറ്റിയും, അല്ലെങ്കിൽ മക്കളുടെ ലൈഫിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു എക്സൈറ്റ്മെന്റിനെ പറ്റി, അല്ലെങ്കിൽ അവർ രണ്ടാൾക്കും കൂടി ഈ ഉള്ള ആരോഗ്യത്തിൽ പോവാൻ പറ്റുന്ന സ്ഥലങ്ങളെ പറ്റി, പിന്നെ അവരുടെ പണ്ടത്തെ അവർ ചെറിഷ് ചെയ്ത മെമ്മറീസിനെ പറ്റി, അവർക്ക് അന്നുണ്ടായ നടക്കാതെ പോയ ആഗ്രഹങ്ങളെ പറ്റി, ഇങ്ങനെ ഈ അവസാനം അവര് ഓരോ ദിവസത്തിന്റെ അവസാനം റൂമിൽ വന്ന് ചേരുമ്പോൾ ഇവരുടെ സംസാരമൊക്കെ ഒന്നും എക്സൈറ്റിംഗ് അല്ല, ഒന്നും വലിയ കാര്യമല്ല. പുറത്തൊരാൾ കേൾക്കുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് അല്ല. പക്ഷെ ഇവർക്ക് രണ്ടാൾക്കും ആ ഒരു സമയം അവർക്ക് നല്ലതാ. ഒരാൾക്ക് വയ്യാതെ ആകുമ്പോൾ, അന്ന് നിനക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അറിയാത്രേ തലവേദന ഉണ്ടാവും അമ്മയ്ക്ക്. അപ്പൊ അച്ഛൻ ചോദിക്കും, ആ തലവേദന തുടങ്ങിയില്ലേ ചൂടുകൊണ്ട്. അല്ലെങ്കിൽ അച്ഛൻ പറമ്പ് പോയി തിരിച്ചു വരുമ്പോൾ കാലിന് ഒരു ചെറിയ ഞൊണ്ടലും, ആ കാൽമുട്ട് വേദന ഉണ്ടല്ലേ, അമ്മ മിണ്ടാതെ പോയി കുഴമ്പ് കൊണ്ട് കൊടുക്കും. അങ്ങനെ ഇവര് ഷെയർ ചെയ്യുന്ന കുറേ മൂമെന്റ്സ് ഉണ്ട്, കാരണങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവർക്ക് അറിയാം ഇവർക്ക് എന്ത് വേണം. പരാതികൾ മാത്രമേ രാത്രി കേൾക്കാണ്ടെങ്കിലും അവർക്ക് ആ മുറിയിലെത്താൻ ഇഷ്ടമാണ്, ഈ പരാതി കേൾക്കാൻ ഇത്രയും കാലം ജീവിച്ച. ഇതെല്ലാം പറഞ്ഞിട്ട് എൻഡിൽ അമ്മ പറയും അവളോട്, ആ മോളെ, വി ആർ സ്റ്റിൽ ഇൻ ലവ്, ദർ ഇസ് റൊമാൻസ് ഇപ്പോഴും എന്ന് പറയും. ഇത് വായിച്ചപ്പോഴേക്കും അവളുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും. വെള്ളം വന്നിട്ട് രാവിലെ ഇവിടുന്ന് മുഷിഞ്ഞിറങ്ങി പോയതാ വീട്ടിൽ നിന്ന് ഇത്തിരി ഇതായിട്ട്. അവള് ചെന്ന് നോക്കുമ്പം ഉമ്മർത്ത് ഇതേപോലെ പേപ്പർ വായിച്ചിരിക്കുന്നുണ്ട് അത്ര ഭർത്താവ്. അവള് ചെന്ന് കയറി അവളെ മുഖം കണ്ടപ്പം ആള് ചോദിക്കുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു കപ്പ് ചായ ഇടട്ടെ എന്ന്. ആ സമയത്താണ്
ഒരു ഒരു എന്താ പറയാ എക്സൈറ്റ്മെന്റ് ഇല്ല, റൊമാൻസ് ഇല്ല എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോയാൽ നമുക്ക് തോന്നിയത് ഈ ചോദ്യം മതിയില്ലേ? വേഗം പറഞ്ഞു. അതെ, 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 ചായ വേണം. അങ്ങനെ അയാള് ചായ ഇട്ട് കൊണ്ടുവന്നു. അവര് രണ്ടാളും കൂടി ഇരുന്ന് ചായ കുടിച്ചു. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ ഇതിൽ റൊമാൻസ് എവിടെ വന്നു? ഭയങ്കര ബ്യൂട്ടിഫുൾ സ്റ്റോറി കേട്ടോ. ഞാൻ ശരിക്കും അതിനകത്ത് ഭയങ്കര ഇൻവോൾവ് ആയിപ്പോയി. അപ്പൊ ശരിക്കും റൊമാൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമോഷണൽ ഇന്റിമസി അല്ലെ, ബിയോണ്ട് വേർഡ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് എന്താ പറയുക, ഒരു കണക്ഷൻ, ഒരു ഡീപ്പ് കണക്ഷൻ, ഒരു ട്രസ്റ്റ് അല്ലെ. നമ്മളെ ഒരിക്കലും തെറ്റേ കണ്ടുകൊണ്ട് നീ പറയുന്ന പോലെ ആ സ്റ്റോറി പറയുമ്പം അത് കേൾക്കുന്ന വേറെ ഒരാൾക്ക് ശരിക്കും ഓ ഇതൊക്കെ എന്താ സാധാരണ കാര്യങ്ങൾ, പക്ഷെ ഫോർ ദം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ. അതെ. അപ്പം ഈ റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിക്സ് ഓഫ് ഫീലിങ്സ് ആണെന്ന് ഇപ്പൊ മനസ്സിലായി. ഒരുപാട് ഗ്രാൻഡ് ജെസ്റ്റേഴ്സ് ഒന്നുമില്ല. ഒരു സിമ്പിൾ കണക്ട്. ഈ വാക്കുകള് വാക്കിനേക്കാളും ബിയോണ്ട് ചിലപ്പോൾ ചില ആക്ഷൻസ് മാറ്റർ എന്നൊക്കെ പറയില്ലേ? അങ്ങനത്തെ എന്തോ ഒരു ഡീപ്പർ ഇമോഷണൽ കണക്ട് ആണ് റൊമാൻസ്. അപ്പൊ ഈ റൊമാൻസ് ഡെയിലി ലൈഫ് നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞാൽ, നമ്മളുടെയൊക്കെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഡെയിലി എങ്ങനെയൊക്കെ ആയിരിക്കും? നീ പറയുന്ന പോലെ ഒരാൾക്ക് തലവേദന അല്ലെങ്കിൽ ഒരാൾക്ക് കുറച്ച് വയ്യ, അപ്പം ചോദിക്കാണ്ട് തന്നെ ഒരു ചായ അല്ലേ, ഒരു കാപ്പി കൊണ്ട് കൊടുക്കുക. കുറച്ച് നേരം നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ടൈം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെൻഡ് ചെയ്യുക. അതിൽ ആ ക്വാളിറ്റി ടൈം കൊടുക്കുക, അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കുക അല്ലേ. കുഞ്ഞു കുഞ്ഞു അപ്രീസിയേഷൻസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം, ഓ എനിക്ക് ശരിക്കും ഒരു തലവേദനയായിരുന്നു, ചായ കിട്ടിയപ്പോൾ വളരെ സന്തോഷം. അങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു അപ്രീസിയേഷൻസ് കൊടുക്കുക, നമ്മളെ വാല്യൂഡ് ആയിട്ട് കാണിക്കുക. അതൊക്കെ ആയിരിക്കും ഡെയിലി ലൈഫിൽ ഈ റൊമാൻസ് വരിക അല്ലേ. ഈ നല്ല നല്ല സൈഡ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പം ഈ ഇതിന്റെ ഒക്കെ ഒരു നെഗറ്റീവ് സൈഡ് എവിടെയാ വരുന്നതെന്ന് വെച്ചാല്, നമ്മൾ ഒരാളെ മേലെ ഒരുപാട് ഡിപ്പെൻഡന്റ് ആവുമ്പം അവരിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ടേഷൻ തുടങ്ങും. ഇത് എക്സ്പെക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിന്റെ കൂടെ ഡിസപ്പോയിന്റ്മെന്റ് വരും. ഡിസപ്പോയിന്റ്മെന്റ് വരുമ്പോൾ നമ്മൾ കംപ്ലൈനിങ് സ്റ്റാർട്ട് ചെയ്യും. കംപ്ലൈൻ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും മിസ്അണ്ടർസ്റ്റാൻഡിങ് തുടങ്ങി. ഇതൊക്കെ ഒന്ന് തിരിച്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടി മറ്റേ ആള്, ഓപ്പോസിറ്റ് ആള് എക്സ്ട്രാ പ്രഷർ എടുത്ത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ബ്യൂട്ടിഫുൾ ഇമോഷനെ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷനും ഡിപ്പെൻഡൻസിയും കൊണ്ട് അതിന് ഒരു ഭംഗിയില്ലാത്തൊരു ഇമോഷനാക്കി മാറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. കിട്ടുന്നതിൽ വളരെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്, നീ എപ്പോഴും പറയുന്ന പോലെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് പോലെ അല്ലേ. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. കുറേ പേരുമില്ല ഈ റൊമാൻസ് എന്ന് പറയുമ്പോൾ മൂവീസിൽ കാണുന്ന പോലെ കുറേ വലിയ ഗിഫ്റ്റും കുറേ വലിയ പാർട്ടി ത്രോ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് കുറേ പേരും റൊമാൻസിനെ കാണുന്നത്. അങ്ങനെയല്ല റിയൽ ലൈഫിൽ വരുമ്പം റൊമാൻസ് ഷോസ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് ഡിഫറെന്റ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒന്നും കമ്പയർ ചെയ്യാണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ ചെയ്തിട്ടും എല്ലാവരും എഫേർട്ടിനെ, കുഞ്ഞൊരു എഫേർട്ടിനെ വരെ വാല്യൂ ചെയ്ത് വെക്കുമ്പോഴത്തേക്കിനും ദിസ് ബിക്കംസ് എ റിയൽ ഗുഡ് ഇമോഷൻസ് അല്ലേ. പിന്നെ എന്താ ലവ് ലാംഗ്വേജിനെ പറ്റി നീ എനിക്കൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഈച്ച് പേഴ്സൺ ഹാസ് ഡിഫറെന്റ് ലവ് ലാംഗ്വേജ്. അതെ, അതിന് മനസ്സിലാക്കാൻ ശരിക്കും പാർട്ട്നേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. കറക്റ്റ്. അപ്പൊ നമുക്കിപ്പോ ചുരുക്കി ഇപ്പൊ റൊമാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, റൊമാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണക്ഷൻ വിത്തൗട്ട് എനി കൺട്രോൾ. ഓക്കെ. രണ്ടാമത് നമ്മൾ അവരുടെ പ്രസൻസിൽ നമുക്ക് ഒന്നും ഡിസ്ട്രാക്റ്റഡ് ആയി തോന്നില്ല. ഇപ്പൊ ഈ കഥയിൽ പറയാന്ന് വെച്ചാൽ ഇവര് ലാസ്റ്റ് രാത്രി വന്ന് പറയുന്ന ഭയങ്കര എക്സൈറ്റിംഗ് സ്റ്റോറി ഒന്നും അല്ല. പക്ഷെ അത് ഈച്ച് വൺ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ബാക്കി വേൾഡ് ഡസൻ മാറ്റർ ടു ദം. ആ സമയത്ത് അവര് ഒരുമിച്ചാണ്. ഒരു ഡിവോഷൻ ഉണ്ട് ടു ആ പേഴ്സൺ. അയാൾ ഒന്നും പറയാതെ അയാളുടെ കണ്ണിലും അയാളുടെ മൂവ്മെന്റിലും ഒക്കെ മറ്റേ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തോ കാര്യം. ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല, ബട്ട് ദർ ഇസ് ഡിവോഷൻ. ഇതിന്റെ എല്ലാം മേലെ ഈ ആളെ കാണുമ്പോൾ നമുക്കൊരു ജോയ്, ഒരു കാരണം, റീസൺ ചോദിച്ചാൽ റീസൺ ഒന്നുമില്ല, പക്ഷെ ആ വ്യക്തിനെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ജോയ്. ഇങ്ങനത്തെ എല്ലാം ഫീലിംഗ് നിങ്ങൾക്ക് ആരെങ്കിലും കാണുമ്പോൾ, ഇതെനിക്ക് തോന്നില്ല ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ തോന്നുന്നു കേട്ടോ. ഏതെങ്കിലും ഒരു ആളെ കാണുമ്പോഴായിരിക്കും തോന്നുന്നുണ്ടാവുക, അല്ലെങ്കിൽ മേ ബി മോർ ദാൻ വൺ, അത് പറയാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ ആ ആ ഫീലിംഗ് ആണ് തോന്നുന്നു റൊമാൻസ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ലൈഫിൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൺ ഓഫ് യുവർ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്. അതിനെ ട്രഷർ ചെയ്യുക. കീപ് കൗണ്ടിങ് യുവർ ബ്ലെസ്സിങ് ആൻഡ് വാച്ച് എക്കോസ് ഓഫ് വിത്ത് റെഡ് ആൻഡ് ഗോ.